നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പുട്ട് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുട്ട് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ്, അതാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പം പുട്ടിന് നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അവരവരുടെ ആവശ്യം അനുസരിച്ച് വേണം പൊടി എടുക്കാനായിട്ട്. നമുക്ക് 3 പേർക്കുള്ള പുട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 3 കുറ്റിപ്പുട്ട്. അപ്പോൾ അതിന് വേണ്ട അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തു. ഇനി ആ ഉപ്പും അരിപ്പൊടിയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുട്ട് സോഫ്റ്റ് ആകാൻ ആ പുട്ടുപൊടി നനയ്ക്കുന്ന രീതി പോലെ ഇരിക്കും. നല്ലതുപോലെ നനച്ചു കൊടുത്താൽ മാത്രമേ പുട്ട് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. അപ്പം നമുക്കിത് എല്ലായിടത്തും നനവെത്തണം. അപ്പോൾ അതേപോലെ വേണം പുട്ട് നനച്ചെടുക്കാനായിട്ട്, പുട്ടുപൊടി നനച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഒഴിക്കല്ലേ, കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് പൊടി നനച്ചെടുക്കാനായിട്ട്. ഇത് നല്ലതുപോലെ എല്ലായിടത്തും വെള്ളം ചെന്ന് നല്ലതുപോലെ നനവ് കിട്ടണം. ഇത്രയും നനച്ച് എടുത്തതിന് ശേഷം ഇനി ഇട്ട് കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലാണ്. മിക്സിയുടെ ജാറിലിട്ട് ഒരു കറക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നനവ് എല്ലായിടത്തും എത്തിയിരിക്കും. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു തരി പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു കട്ട പോലും ഇല്ലാതെ നമുക്കത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഈ പൊടി കുറേശ്ശെയായിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കല്ലേ, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. മിക്സിയിലിട്ട് ഒരടി അടിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയൂടെ ഇതേപോലെ അടിച്ചുകൊണ്ട് വരാം. ഇവിടെ അരിപ്പൊടിയെല്ലാം നമ്മൾ നനച്ച് ക്രഷ് ചെയ്ത് എടുത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നല്ലതുപോലെ എല്ലാ ഭാഗവും നല്ലതുപോലെ നനവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതേപോലുള്ള ഒരു കുറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പുട്ടുകുറ്റി. അപ്പോൾ അതിനകത്ത് ഇതുപോലൊരു ഇതുണ്ട്, തട്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇടുക. എന്നിട്ട് തേങ്ങ ചിരകിയതിടുക. ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരകിയത് കുറച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ പൊടി കുറച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ പകുതി വരെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ പൊടി നിറയ്ക്കുക. ഒരു 3/4 ഭാഗം വരെ നിറയ്ക്കണം. പക്ഷേ പൊടി ഇടുമ്പോൾ നമ്മൾ കുത്തി നിറയ്ക്കരുത്. ഇതേപോലെ ഇട്ട് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. കുത്തി നിറച്ചാൽ വേകാൻ താമസം വരും, വേകുകയില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ വയ്ക്കുക. ഇതേപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അടപ്പിട്ട് അടയ്ക്കുക. ഞാനൊരു കുക്കറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കുക്കറിൻ്റെ വിസിലെടുത്തതിന് ശേഷം അതിലേക്കാണ് ഇറക്കി വയ്ക്കാൻ പോകുന്നത്. അതേപോലെ പുട്ടുകുറ്റി അല്ലെങ്കിൽ കുടവും കുറ്റിയും കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം അത് ഉണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് എളുപ്പം. അതുകൊണ്ടാണ് ഇതിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആ വിസിലെടുത്തിട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതിയാവും. അപ്പം ഇത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വേഗം നമുക്ക് വയ്ക്കാം. നമ്മുടെ പുട്ടിവിടെ വെന്തിട്ടുണ്ട്. അത് നോക്കാം. പുട്ടെടുത്ത് നമുക്ക് നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് തുറക്കാം. ഇനി നമുക്ക് മെല്ലെ ഒന്ന് കുത്തി കൊടുക്കാം. ഒരു കമ്പി എടുത്ത്
അപ്പോൾ മെല്ലെ ഒന്ന് കുത്തി സാവകാശം കുത്തിയെടുക്കണം, പൊടിഞ്ഞു പോകാതെ സാവകാശം കുത്തിയെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ലാസ്റ്റിൽ ഇപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പുട്ടിൻ്റെ റെസിപ്പി. വളരെ സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കുത്തിയാൽ നല്ലതുപോലെ താഴോട്ട് പൊടിഞ്ഞു പോകത്തക്ക രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് പുട്ടിൻ്റെ റെസിപ്പി. ഇപ്പം നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ അത് ഒരുപാട് വെള്ളം ആകാനും പാടില്ല, എന്നാൽ ആവശ്യത്തിന് വെള്ളം വേണം, എല്ലായിടവും നനയുകയും വേണം. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ പൊടി നനയ്ക്കുന്നതാണ് പുട്ടിൻ്റെ ഒരു രീതി. ആ നന കറക്റ്റല്ല എങ്കിൽ പുട്ട് കറക്റ്റായി കിട്ടത്തില്ല. കൂടുതൽ വെള്ളമായാൽ കട്ടയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ മിനിമം വെള്ളം ഒഴിച്ച് അത് കുറേശ്ശെ വെള്ളം കൂടാതെ വളരെ സാവകാശം കുഴച്ചെടുത്താൽ മാത്രമേ പുട്ട് നമുക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുട്ടിൻ്റെ റെസിപ്പി. അപ്പം ഈ റെസിപ്പി കുഴയ്ക്കാൻ അറിയാൻ വയ്യാത്തവരും പുട്ട് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരും എൻ്റെ മക്കൾ ഉൾപ്പെടെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അപ്പം അവർക്ക് പുട്ടുണ്ടാക്കിയാൽ ശരിയാവില്ല. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ അത് നോക്കി ചെയ്യുമല്ലോ. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയാണ്, മക്കൾക്കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. താങ്ക് യു.